അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് if alpha and beta are different complex numbers with mode beta is equal to 1 then modulus of beta minus alpha divided by 1 minus alpha bar into beta എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ആൽഫയും ബീറ്റയും ഡിഫറൻറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. മാത്രമല്ല മോഡ് ബീറ്റയുടെ വില 1 ആണ്. കണ്ടുപിടിക്കേണ്ട മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ട് ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് റിസൾട്ട്. ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ കണ്ടുപിടിക്കുന്ന സമയത്ത് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ഇൻറ്റു ബീറ്റ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിന് എങ്ങനെ എഴുതാം? ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആരും എഴുതും, വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ ബാർ. എഴുതിയാൽ മനസ്സിലായോ? ഈ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്ന്, അതായത് ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ കിട്ടും എന്നർത്ഥം. ഇത് മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുലാണ്. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ഇൻറ്റു ബീറ്റ എന്നെഴുതുന്നു. ഓക്കെ, അപ്പോൾ അത് ഇസഡ് ആണ്, അതിൻ്റെ കോൺജുഗേറ്റ്. ദിസ് ഈസ് ഇസഡ് ആൻഡ് ദിസ് ഈസ് ദി കോൺജുഗേറ്റ്. അപ്പോൾ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ വീണ്ടും മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരും. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ബാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ ഇൻറ്റു ബീറ്റ ബാർ ആൽഫ ബാർ മൈനസ് 1 മൈനസ് ആൽഫ ബീറ്റ ബാർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് which is equal to beta into beta bar minus alpha bar minus alpha into beta bar minus alpha bar divided by ഇതാ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ ഇൻറ്റു 1 മൈനസ് ആൽഫ ബീറ്റ ബാർ എന്നാണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് 1 ഇൻറ്റു 1 ഇതാ 1 ഇൻറ്റു മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ പ്ലസ് ആൽഫ ബാർ ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ ബാർ. അപ്പോൾ നമ്മൾ പറയാം ബീറ്റ ഇൻറ്റു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ 1 ഇൻറ്റു 1, അതുപോലെ 1 ഇൻറ്റു മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറി ആൽഫ ബാർ ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ ബാർ which is equal to beta beta bar minus beta alpha bar minus alpha beta bar plus alpha alpha bar divided by 1 minus alpha beta bar minus alpha bar beta plus ഇതിനെ ആൽഫ ആൽഫ ബാർ ഇൻറ്റു ബീറ്റ ബീറ്റ ബാർ എന്നെഴുതാം. That is beta minus alpha divided by 1 minus alpha bar beta the whole square is equal to beta beta bar ne mod beta the whole square minus beta alpha bar plus minus alpha beta bar plus mod alpha the whole square divided by 1 minus alpha beta bar minus alpha bar beta plus മോഡ് ആൽഫ സ്ക്വയർ ഇൻറ്റു മോഡ് ബീറ്റ സ്ക്വയർ. ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്തിൽ വില പറയുന്നുണ്ട്. മോഡ് ബീറ്റ ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം? 1 ആണ് എന്നറിയാം. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്നു 1 മൈനസ് മോഡ് ബീറ്റ 1 ആയതുകൊണ്ട് 1 മൈനസ് ബീറ്റ ആൽഫ ബാർ മൈനസ് ആൽഫ ബീറ്റ ബാർ പ്ലസ് മോഡ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ പ്ലസ് മോഡ് ആൽഫ സ്ക്വയർ. കാരണം ഇവിടെ മോഡ് ബീറ്റയുടെ വില എത്രയാണ്? 1 ആണ്. മുകളിലും താഴെ എഴുതിയിരിക്കുന്ന ഒരേ ക്വാണ്ടിറ്റിയാണ്. സോ ദി വാല്യൂ ഇസ് 1. ദെയർഫോർ മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റയുടെ വില എത്രയായി മാറി? 1. ടേക്കിംഗ് ദി സ്ക്വയർ റൂട്ട്.
Since it is a modulus quantity, you are taking only the positive values. Modulus ആയതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ വില എത്ര വരും? ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇസഡ് ബാർ ഈസിക്കൽ മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ ആണ്. ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ. ഇസഡ് മീൻസ് ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ ഇൻറ്റു Z bar. Z bar means beta bar minus alpha bar divided by 1 minus alpha beta bar. ഇതിൻ്റെ കോൺജുഗേറ്റ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊരു ബീറ്റ ഇൻറ്റു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 1 മൈനസ് ആൽഫ ബീറ്റ ബാർ 1 ഇൻറ്റു 1 1 മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ പ്ലസ് ആൽഫ ബാർ ബീറ്റ ബാർ. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബീറ്റ ബാർ മൈനസ് ബീറ്റ ആൽഫ ബാർ മൈനസ് ആൽഫ ബീറ്റ ബാർ പ്ലസ് ആൽഫ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ്. ഇത് സാധാരണഗതിയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഒരു ടൈം എഴുതിയേക്കുന്നത്. ഈ ആൽഫ ബാറും ആൽഫയും ഒന്നിച്ചെഴുതി ബീറ്റ ബാർ ഒന്നിച്ചെഴുതി. കോംപ്ലക്സ് നമ്പറാണ്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3 എന്ന് പറയുമ്പോൾ ഏതിനെ തമ്മിൽ ഒന്നിച്ചെഴുതാം. അപ്പോൾ ആൽഫ ബാറും ബീറ്റ ബാറും ഒന്നിച്ചെഴുതി. ബീറ്റ ബാറിനെ വിളിക്കുന്ന പേരാണ് മോഡ് ബീറ്റ സ്ക്വയർ മൈനസ് ബീറ്റ ആൽഫ ബാർ മൈനസ് ആൽഫ ബീറ്റ ബാർ പ്ലസ് ആൽഫ സ്ക്വയർ 1 മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ. ഇതിനെ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഈ ബീറ്റ സ്ക്വയർ പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ ആൽഫ ബാർ മൈനസ് ആൽഫ ബീറ്റ ബാർ മോഡ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ബീറ്റ മോഡ് ആൽഫ സ്ക്വയർ. അതുപോലെ മോഡ് ബീറ്റയുടെ വില എത്രയായി മാറി? 1 ആയി മാറി. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ക്യാൻസലായി മാറും. അപ്പോൾ ബാക്കി ആര് വരും? ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ബാർ ബീറ്റ എന്ന് പറഞ്ഞാൽ യു ആർ ടേക്കിംഗ് ദി പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. സോ ഇറ്റ് ബിക്കംസ് ദി വാല്യൂ ബിക്കംസ് എത്രയായി മാറി? 1. അപ്പോൾ അത് ഓർമ്മയിരിക്കുക, ചെയ്യുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഏത് മാത്രമേ ഉള്ളൂ? ഈ ഒരു പ്രോപ്പർട്ടി മാത്രം. ഇസഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇസഡും ഇത് ഇസഡ് ബാറുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞില്ലേ, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോപ്പർട്ടി അപ്പോൾ പറഞ്ഞു പോകും. അല്ലാതെ മൊത്തത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്ത് തീരുമില്ല. അതുകൊണ്ടാണ് ഈ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇസഡ് ബാർ ഈസിക്കൽ മോഡ് ഇസഡ് സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഈസിക്കൽ ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ. ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് കീമിനും ചോദിച്ചിട്ടുണ്ട്, ജെയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കീമിന് ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ജെയ്ക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയിരിക്കുക ചെയ്യുന്ന രീതി. അപ്പം നമ്മൾ അടുത്ത അപ്പോൾ ഇപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x മൈനസ് 1 ദി ഹോൾ ക്യൂബ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0 ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x മൈനസ് 1 ദി ഹോൾ ക്യൂബ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0 ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? x മൈനസ് 1 ദി ഹോൾ ക്യൂബ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. The roots of the equation x minus 1 the whole cube plus 8 is equal to 0 എന്ന് പറയുന്ന സമയത്ത് x minus 1 the whole cube is equal എത്ര കിട്ടും? -8. അല്ലെങ്കിൽ x minus 1 the whole cube is equal എന്ന് വിളിക്കാം -1 into 8 എന്ന് എഴുതാം. അല്ലെങ്കിൽ x minus 1 is equal to -1 the whole raised to 1/3 into 8 raised to 1/3. അതായത് x minus 1 is equal ആര് വരും? x minus 1 is equal -1 raised to 1/3 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 1 ഒമേഗ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. സിൻസ് അല്ലെങ്കിൽ ഇവിടെ എഴുതാം, സിൻസ് q
ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആർ 1 ഒമേഗ സ്ക്വയർ. സോ -1/1/3 ആകുമ്പോൾ അതിൻ്റെ വില ഏതൊക്കെ വരും? -1 വരും, -ω വരും, -ω² വരും. അപ്പോൾ അത് ഓർമ്മയിരിക്കുക. ക്യൂബ് -1 -ω എന്ന് വരും. അപ്പം നമ്മൾ എഴുതി വരുന്നത് -1ൻ്റെ ക്യൂബ് റൂട്ടാണ് എഴുതി വന്നേക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യാം. ദാറ്റ് ഈസ് x-1 ഈസ് ഈക്വൽ ടു, സോ ബാക്കി ഇങ്ങോട്ട് എഴുതാം. സോ x-1 ഈസ് ഈക്വൽ ടു, സോ x-1 ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു ആരൊരു -1 2ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 2 ആയി മാറാം. അല്ലെങ്കിൽ x-1 ഈസ് ഈക്വൽ ടു -1 ക്യൂബ് റൂട്ടിയുടെ അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ -ω ഇൻറ്റു 2 ആയി മാറാം. അല്ലെങ്കിൽ x-1 ഈസ് ഈക്വൽ ടു ആരൊരും x-1 ഈസ് ഈക്വൽ ടു -ω² ഇൻറ്റു എത്ര ആയി മാറാം? 2 ആയി മാറാം. സോ x ഈസ് ഈക്വൽ ടു ആരൊരു -2 + 1 എന്നായി മാറും. അടുത്ത ഇവിടെ x ഈസ് ഈക്വൽ ടു ആരൊരും 1 - 2ω എന്നായി മാറും. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 1 - 2ω² എന്നായി മാറും. സോ സൊല്യൂഷൻസ് ആർ ആരൊക്കെ വരും? -1, 1 - 2ω, 1 - 2ω² എന്ന് പറയുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏത് വരും? ഓപ്ഷൻ -1, 1 - 2ω, 1 - 2ω². ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ചെയ്യുന്ന രീതി. x-1 ദി ഹോൾ ക്യൂബ് + 8 = 0 ആണ്. അല്ലെങ്കിൽ x-1 ദി ഹോൾ ക്യൂബ് = എത്ര കിട്ടും? -8 എന്ന് വരും. അല്ലെങ്കിൽ x-1 ദി ഹോൾ ക്യൂബ് = -1 × 8 എന്നായി മാറും. അല്ലെങ്കിൽ x-1 = -1ൻ്റെ ക്യൂബ് റൂട്ട് ഇൻറ്റു 8⁻⁴. അപ്പോൾ -1 സിൻസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആർ 1 ω² ആണ്. സിൻസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആർ 1 ω² ആണ്. അപ്പം -1/1/3 എന്ന് പറയുമ്പോൾ ആര് വരും? -1 വരും, ഇത് -ω വരും, ഇത് -ω² വരും. -1/1/3 എന്ന് വെച്ചാൽ -1 -ω -ω². അത് കാരണം 1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 1 ω² ആണ്. അപ്പം -1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി മാറും? -1 -ω. പല ആളുകളും വിചാരിക്കും ഇത് പോസിറ്റീവ് ω² അല്ലേ എന്നല്ലേ. ω² -1 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയാണ് -ω² ആയി മാറുന്നത്. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 ω ആണ്. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. -1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ -1 -ω -ω². അതായത് x-1 ഈസ് ഈക്വൽ ടു ആരൊരു -2 + 1 എന്നായി മാറും. ഒന്നാമത്തെ ഓപ്ഷൻ x ഈസ് ഈക്വൽ ടു x-1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ക്യൂബ് റൂട്ട് ഏതാ? -1 × 2. അതാണ് -1 × 2 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ x-1 ഈസ് ഈക്വൽ ഇതിൻ്റെ ക്യൂബ് റൂട്ട് അടുത്തെടുത്ത് കഴിഞ്ഞാൽ -ω² × 2, -ω × 2. അടുത്തെടുക്കുന്ന സമയത്ത് -ω² × 2. ഓക്കെ, അതെല്ലാം x-1ൻ്റെ വാല്യൂ. അവിടെ നിന്ന് എന്ത് ചെയ്യാം? എക്സിൻ്റെ വില എഴുതാം. x ഈസ് ഈക്വൽ എത്ര കിട്ടും? -2 + 1 എന്നായി മാറും. ഇവിടെ x ഈസ് ഈക്വൽ ടു 1 - 2ω ആയി മാറും. ഇവിടെ x ഈസ് ഈക്വൽ ടു 1 - 2ω ആയി മാറും. അപ്പോൾ സൊല്യൂഷൻസ് ഏതൊക്കെ വരും? സൊല്യൂഷൻസ് കിട്ടുന്നത് -1, 1 - 2ω, 1 - 2ω² എന്ന് വരും. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം അത് ചെയ്ത രീതി മനസ്സിലാക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. 1 ω ω² ആണ്. അപ്പം -1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് ചോദിച്ചാൽ -1 - ω ഇതാണ് -1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. x² + x + 1 = 0. then the value of x divided by 1 + x the whole square, x² + 1/x² the whole square, x³ + 1/x³ etc. plus x⁻27 + 1/27 the whole square എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അതാണ്. ഗിവൺ
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. പുട്ട് എക്സ് ഈസിക്കൽ ഒമേഗ ഒന്ന് കൊടുത്തു നോക്കിയാൽ ഒമേഗ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസിക്കൽ എത്രയായി മാറി 0 ആയി മാറി. 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആയതുകൊണ്ട് നിശ്ചയമായിട്ട് നമുക്ക് എന്ത് പറയാം ഒമേഗയും ഒമേഗ സ്ക്വയറും ഇതിൻ്റെ റൂട്ടാണ് എന്ന് നിശ്ചയമായിട്ട് പറയാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് ഞാൻ എന്ത് ചെയ്തു ഒമേഗ കൊടുത്തു നോക്കി. ഒമേഗ കൊടുക്കുന്ന സമയത്ത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. മനസ്സിലായോ? ഇപ്പോൾ ഒമേഗ കൊടുക്കുമ്പോഴും 0 എന്നിട്ട് ഒമേഗ സ്ക്വയർ കൊടുത്താലും 0 എന്ന് കിട്ടും. കാരണം ഒമേഗ സ്ക്വയർ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ കൊടുക്കുന്ന സമയത്ത് ആര് വരും ഒമേഗ റൈസ് ടു 4a പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ശരിയാണ്. കാരണം ഒമേഗ റൈസ് ടു 4നെ ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ എന്ന് എഴുതാം. ഈ ഒമേഗ സ്ക്വയർ അതുപോലെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. 1 പ്ലസ് ഇത് ഒമേഗ സ്ക്വയർ ഇതെത്രയായി മാറും ഒമേഗ ക്യൂബിൻ്റെ വില 1. 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിശ്ചയമായിട്ടും എന്ത് പറയാം നോട്ട് ദാറ്റ് ഒമേഗ സ്ക്വയർ ആർ ദി റൂട്ട് ഓഫ് ദി ഗിവൺ ഇക്വേഷൻ. എടാ എഴുതിയാൽ മനസ്സിലായോ? അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒമേഗ കൊടുക്കുന്ന സമയത്ത് 0 ആയി മാറി, ഒമേഗ സ്ക്വയർ കൊടുക്കുന്ന സമയത്ത് എന്തായി മാറി 0 ആയി മാറി. 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്. ഇവിടെയും നമ്മൾ ഒമേഗ സ്ക്വയർ കൊടുക്കുന്നു. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എപ്പോഴും 0 ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒമേഗ ക്യൂബിൻ്റെ വില എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എക്സ് പ്ലസ്. അപ്പോൾ ശ്രദ്ധിച്ചു എക്സ് പ്ലസ് 1/x ദി ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 1/x ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എക്സ് പ്ലസ് 1/x ക്യൂബ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ആരാണ് എക്സ് റൈസ് ടു 27 പ്ലസ് 1/x റൈസ് ടു 27 ദി ഹോൾ സ്ക്വയർ ആണ് എഴുതുന്നത്. ശ്രദ്ധിച്ചോണേ. വിച്ച് ഇസ് ഈക്വൽ പുട്ട് എക്സ് ഈസിക്കൽ ഒമേഗ കൊടുത്തേ പുട്ട് എക്സ് ഈസിക്കൽ ഒമേഗ കൊടുക്കുന്ന സമയത്ത് ഒമേഗ പ്ലസ് 1/ഒമേഗ ഇതെന്തായി മാറും ഒമേഗ സ്ക്വയർ പ്ലസ് 1/ഒമേഗ സ്ക്വയർ. ഒമേഗ ക്യൂബ് പ്ലസ് 1/ഒമേഗ ക്യൂബ് ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഒമേഗ റൈസ് ടു 27 പ്ലസ് 1/ഒമേഗ റൈസ് ടു 27 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. ഓക്കെ, 1/ഒമേഗ റൈസ് ടു 27 എന്നായി മാറും. ബാക്കി ശ്രദ്ധിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യും. ഇതിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് എന്നെഴുതിയാൽ തെറ്റൊന്നുമില്ല. കാരണം ഒമേഗ ക്യൂബിൻ്റെ ഇത് സ്ക്വയറും ഇതിൽ വെട്ടുമ്പോൾ താഴെ ഒമേഗ വരും. അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ നമ്മൾ എഴുതുന്നു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇത് തമ്മിൽ വെട്ടുമ്പോൾ ഒമേഗ സ്ക്വയർ ആയിക്കോളും പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് 1/ഒമേഗ ക്യൂബ് അതുപോലെ തന്നെ എക്സെട്ര പ്ലസ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കാര്യം കൂടെ അങ്ങ് എഴുതാം സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടി. ഒമേഗ ക്യൂബിൻ്റെ വില എത്രയാണ് 1 ആണ്. 1 പ്ലസ് 1/ഒമേഗ ക്യൂബ് 1 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടൈം എഴുതുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒമേഗ റൈസ് ടു 4 എന്നാകുന്നത്. ഒമേഗ റൈസ് ടു 4 എന്ന് വെച്ചാൽ എത്രയായി മാറി ഒമേഗ പ്ലസ് ഇവിടെ എന്ത് ചെയ്യും 1/ഒമേഗ എന്ന് എഴുതാം 1/ഒമേഗ. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം ഒമേഗ പ്ലസ് ഒമേഗ റൈസ് ടു എത്ര കിട്ടും ഒമേഗ റൈസ് ടു 6 എന്ന് വേണമെങ്കിൽ എഴുതിപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത ടൈം എഴുതുന്ന സമയത്ത് ഒമേഗ റൈസ് ടു 5 ആണ്. അപ്പോൾ ഒമേഗ ക്യൂബ് എത്രയായി മാറി 1 ആയി മാറി. ഒമേഗ ക്യൂബ് 1 ആയി മാറി. അടുത്ത ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ റൈസ് ടു 6 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത 1 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എടാ ഈ സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അത് എഴുതിയ രീതി ഒന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഒമേഗ അതുപോലെ എഴുതി 1/ഒമേഗയെ നമുക്ക് വിളിക്കാം ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ ക്യൂബ്. ഫലത്തിൽ ഒരു ഒമേഗ സ്ക്വയർ ഒമേഗ ഇവിടെ വെട്ടുമ്പോൾ താഴെ ഒമേഗ വന്നോളും. ഇവിടെ ഒമേഗ സ്ക്വയർ അതുപോലെ ഉണ്ട് 1/ഒമേഗ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു ഒമേഗ ക്യൂബ് എന്ന് എഴുതാം. കാരണം വെട്ടുമ്പോൾ താഴെ ആയിക്കോളും ഒമേഗ സ്ക്വയർ ആയിക്കോളും. ഒമേഗ ക്യൂബിൻ്റെ വില 1 ആണ്. ഇവിടെയും വില 1 ആണ്. 1 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ.
അടുത്ത ടൈം എഴുതുമ്പോൾ ഒമേഗ റേസ്റ്റ് 4 ഡിവൈഡ് ബൈ 1 ബൈ ഒമേഗ റേസ്റ്റ് 4 എന്നാണ്. ഒമേഗ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒമേഗ ക്യൂബ് അല്ലേ? ഒമേഗ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ്റ്റ് 4 പ്ലസ് 1 ബൈ ഒമേഗ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ. ഇതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? ഒമേഗയായി മാറി. കാരണം ഒമേഗ ക്യൂബിൻ്റെ വില 1 ആണ്. ഇത് ഒമേഗ റേസ്റ്റ് 4 ഉണ്ട് ശരിക്കും. വേണമെങ്കിൽ ഇതിനെ ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ എന്ന് എഴുതണമെന്നില്ല, ഒമേഗ റേസ്റ്റ് 4 എന്ന് തന്നെ എഴുതിക്കും. ഒമേഗ റേസ്റ്റ് 4 എന്ന് എഴുതിയിട്ട് അതിനെ എങ്ങനെ എഴുതാം? ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ റേസ്റ്റ് 6. അടുത്ത ടൈം എഴുതുന്ന സമയത്ത് ഒമേഗ റേസ്റ്റ് 5 പ്ലസ് 1 ബൈ ഒമേഗ റേസ്റ്റ് 5 ആണ്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കുക? ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റേസ് ടു 5നെ എന്ത് ചെയ്യാം? ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ റേസ് ടു 6 എന്ന് എഴുതാം. ഓക്കെ, ദി ഹോൾ സ്ക്വയർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഒമേഗ ക്യൂബിൻ്റെ വില 1, ഇത് ഒമേഗ ബൈ ഒമേഗ റേസ് ടു 6 ദി ഹോൾ സ്ക്വയർ. അടുത്ത് എഴുതുന്ന സമയത്ത് ഒമേഗ റേസ് ടു 6 എന്ന് വെച്ചാൽ ഒമേഗ ക്യൂബിൻ്റെ സ്ക്വയർ 1 ഇവിടെ 1 ആയി മാറും. അതാണ് ഈ 1 + 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരികയാണ്. കൂട്ട് എക്സിസിക്കൽ ഒമേഗ കൊടുത്തു, അങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു, ബാക്കി എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ വില നമ്മളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെ വില എത്രയാണ്? 1 ആണ്. ഒമേഗ ക്യൂബിൻ്റെ വില 1 ആകുമ്പോൾ 1 + ഒമേഗ ഇതിൻ്റെ വില എത്രയായി മാറി? -1. -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയി മാറി. ഇവിടെ എത്ര വരും? -1. -1ൻ്റെ സ്ക്വയർ എത്രയായി മാറി? 1 ആയി മാറി. അടുത്ത 2ൻ്റെ സ്ക്വയർ എത്രയായി മാറി? 4 ആയി മാറി അല്ലേ? പിന്നെ ബാക്കി എത്ര വരും? അങ്ങനെ എത്ര ടേമുകൾ വരുമെന്ന് ചിന്തിക്കണം. -1ൻ്റെ സ്ക്വയർ പ്ലസ് -1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ, അങ്ങനെ 27 വരെ. അങ്ങനെ ഇതിനെ 3 ടൈം. പിന്നെ അടുത്ത് എന്ത് ചെയ്യും? 3 ടൈമാണ്. അങ്ങനെ മൊത്തം എത്ര ടൈംസ് വരും? 27 വരെ ആവണമെങ്കിൽ 9 ടൈംസ് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എക്സെട്ര 27 ടൈംസ്. 27 ടൈംസ് വിച്ച് ഇസ് ഈക്വൽ ടു 9 ടൈംസ് വരും. -1ൻ്റെ സ്ക്വയർ, -1ൻ്റെ 9 ടൈം, 1ൻ്റെ 9 ടൈം, 2ൻ്റെ 9 ടൈം. എന്നാലേ എന്താകത്തുള്ളൂ? 27 ടൈംസ് ആവത്തുള്ളൂ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 4 + 1 5, 5 + 1 6, 9 × 6 എന്ന് വരും. അതായത് ഉത്തരം 54 എന്ന് വരും. സോ ദി ആൻസർ ഈസ് എത്ര വരും? 54. അപ്പോൾ ഇതാണ് അത് ചെയ്യുന്ന രീതി. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ പറയാം. ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് x² + x + 1 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടാണ് ഒമേഗ എന്ന് പറഞ്ഞു. അപ്പോൾ 1 + ഒമേഗ സ്ക്വയർ 0 ആണ്. അതുപോലെ ഒമേഗ സ്ക്വയറും റൂട്ടായിട്ട് ഞാൻ എഴുതി കാണിച്ചു. ഒമേഗ റേസ് 4 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 = 0. ഇതിനെ ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ, ഇത് ഒമേഗ സ്ക്വയർ, അതുപോലെ ഇത് തന്നെ കിട്ടും. നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എക്സിന് പകരം ഒമേഗ കൊടുക്കുക. എക്സിന് പകരം ഒമേഗ കൊടുക്കുന്ന സമയത്ത് ഒമേഗ + 1 ബൈ ഒമേഗ ഓരോ ടൈമുകൾ ഇങ്ങനെ കൊടുത്തു പോകാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ താഴത്തെ ഡിനോമിനേറ്റർ ഒമേഗ ക്യൂബ് ആക്കാൻ ശ്രമിക്കുകയാണ്. താഴത്തെ ടൈം ഒമേഗ ക്യൂബ് ആക്കാൻ വേണ്ടിയാണ്. ഇതിനെ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ക്യൂബ്, ഇത് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇവിടെ ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒമേഗ മതി. ഒമേഗ ബൈ ഒമേഗ ക്യൂബ്, ഇതിൻ്റെ വില 1 ആണ്. അടുത്ത ടൈം ഞാൻ എഴുതി കാണിച്ചു. ഒമേഗ റേസ് ടു 4 ആണ്. അതിനെ എന്ത് ചെയ്യാം? ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ പ്ലസ് 1 ബൈ ഒമേഗ റേസ് ടു 4 എന്നെഴുതാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ റേസ് ടു 6. കാരണം താഴത്തെ ടൈമിൻ്റെ വില എത്രയായി മാറിക്കോളും? ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞ ഫോമുല ആകുമ്പോൾ 1 ആയി മാറിക്കോളും. മുകളിലപ്പോൾ 1 + ഒമേഗ + ഒമേഗ ഒമേഗ + ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ വില എന്തായിട്ട് എഴുതാം? -1 ആയിട്ട് എഴുതാം. ഇവിടെ അതുപോലെ അടുത്ത ഒമേഗ റേസ് ടു 5 ആണ്. അപ്പോൾ ഒമേഗ ക്യൂബിൻ്റെ ഒമേഗ സ്ക്വയർ അതുപോലെ എഴുതി. ഒമേഗ റേസ് ടു 6 അടുത്ത ഒമേഗ റേസ് ടു 5 ആണ്. അതിന് ഒമേഗ ബൈ ഒമേഗ റേസ് ടു 6. കാരണം ഇതെന്താണ്? ഇതിൻ്റെ വില എത്രയായി മാറിക്കോളും? 1 ആയി മാറിക്കോളും. അതുകൊണ്ട് ഓരോ ടൈമിനെ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1ഉം -1ഉം 2ഉം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 27 ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ -1ൻ്റെ 9 ടൈം കാണും, 1ൻ്റെ 9 ടൈം കാണും, 2ൻ്റെ 9 ടൈം കാണും. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 9 × -1ൻ്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില എത്ര കിട്ടും? 54 എന്നായി മാറും. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 9ാമത്തെ ക്വസ്റ്റ്യൻ ദി വാല്യൂ ഓഫ് 1 + ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 + ഒമേഗ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി വാല്യൂ ഓഫ് 1 + ഒമേഗ പ്ലസ് 1 + ഒമേഗ സ്ക്വയർ. നോക്കിയോ, 1 + ഒമേഗ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 + ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എൽസിയം എടുക്കുന്ന സമയത്ത് 1 + ഒമേഗ സ്ക്വയർ പ്ലസ് 1 + ഒമേഗ ഡിവൈഡഡ് ബൈ 1 + ഒമേഗ ഇൻറ്റു 1 + ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 + ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 1 + ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് എന്നായി മാറും. 1 + ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 + ഈ ഒമേഗ ആദ്യം എഴുതി, ഒമേഗ സ്ക്വയർ രണ്ടാമത്, ഒമേഗ ക്യൂബിൻ്റെ വില 1 തന്നെ. ഇത് തമ്മിൽ ക്യാൻസലായി മാറി. സോ ദി ആൻസർ ഈസ്
1. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. 9ാമത്തെ സാധാരണഗതിയിൽ എൽസിയം എടുത്തതേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. റിസൾട്ട് അപ്ലൈ ചെയ്താലും അതിൻ്റെ വില 1 തന്നെ വരും. 1 + ω + ω² വില 0 ആണ്. 0 + 1 1 ഡിവൈഡഡ് ബൈ 0 + 1 1 1/1 അതിൻ്റെ വില എത്ര തന്നെ വരികയും ചെയ്യും, 1 തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താലും മതി, അതിൻ്റെ വാല്യൂ എത്ര തന്നെ വന്നോളും, 1 തന്നെ വന്നോളും. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അല്ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, if omega is a non-real cube root of unity, then the product of 1 - ω + ω² 1 - ω² + ω raised to 4 1 - ω raised to 4 + ω raised to etc. 2n factors is equal to എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒമേഗ ഈസ് എ നോൺ റിയൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഏതാ, 1 + ω + ω² = 0 എന്ന് എഴുതാം. അതുപോലെ ഒമേഗ ക്യൂബിൻ്റെ വില എത്രയാണെന്നറിയാം, 1 ആണ് എന്നറിയാം. ശരിയല്ലേ? ഓക്കെ, ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് വേണ്ടതായിട്ടുണ്ട്, 1 + ω² - ω എന്ന് എഴുതാം. അപ്പം രണ്ട് റിസൾട്ടുകൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 1 + ω + ω² വില 0 ആണ്. അതുപോലെ ഒമേഗ ക്യൂബിൻ്റെ വില എത്രയാണ്, 1 ആണ്. ഞാൻ ഈ 1 + ω² എന്ത് ചെയ്തു, 1 + ω² - ω എന്നെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളോട് പറയുന്നത് ഒമേഗ ഈസ് എ നോൺ റിയൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് 1 - ω. ഞാനൊന്ന് എഴുതി കാണിക്കാം ചെയ്യുന്ന രീതി. 1 - ω + ω² × 1 - ω² + ω raised to 4 × 1 - ω raised to 4 + ω raised to 8 എക്സെട്ര. എത്ര ടൈമാണ് പറഞ്ഞിരിക്കുന്നത്, 2n ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. 2n ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 + ω² - ω. ഇത് 1 + ഇതിനെ എന്ത് വിളിക്കാം, 1 + 1 - ω² ഉണ്ട്. ഇതിനെ ω raised to 4 നെ ω³ × ω എന്ന് എഴുതി -ω² കൊടുക്കാം ഇൻറ്റു 1 - ω raised to 4 + ω raised to 8 അങ്ങനെ തന്നെ എഴുതി എക്സെട്ര 2n ഫാക്ടേഴ്സ്. കുഴപ്പമില്ലല്ലോ, 2n ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 + ω² വില അറിയാം, -ω -ω. അടുത്ത ഇതെന്ത് ചെയ്യും, ഒമേഗ ക്യൂബിൻ്റെ വില 1 ആണ്. 1 + ω അല്ലേ, ഇതിനെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1 + ω എന്ന് വരും. 1 + ω എന്ന് പറഞ്ഞാൽ -ω² സ്റ്റെപ്പ് കുറച്ച് ചെയ്തു. ഒമേഗ ക്യൂബ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ വില എത്ര ആയിക്കോളും, 1 ആയി മാറിക്കോളും. പിന്നെ 1 + ω ഉള്ളൂ. 1 + ω എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറയാമല്ലോ, എന്ത് വിളിക്കാം, -ω². അടുത്ത അതുപോലെ ഇതിനെ എന്ത് വിളിക്കാം, 1 ഇതിനെ എന്ത് വിളിക്കുക, ω³ × ω പ്ലസ് ω³ × ω³ എക്സെട്ര 2n ഫാക്ടേഴ്സ്. കുഴപ്പമില്ലല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്തായി മാറും, -2ω. ഇത് -2ω². ഇത് എത്രയായി മാറി, ഒമേഗ ക്യൂബിൻ്റെ വില 1 ആയി മാറി. ഈ ഒമേഗ ക്യൂബ് ഇതെല്ലാം 1 ആയി മാറും. 1 - ω പ്ലസ് ω² എക്സെട്ര 2n ഫാക്ടേഴ്സ്. ഒന്നുകൂടെ ഇന്ന് എഴുതി കാണിക്കാം. That is -2ω². ഈ 1 + ω² വരെ, ഈ 1 + ω² വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഈ 1-നും ഈ ω² പകരം -ω എക്സെട്ര 2n ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് -2ω -2ω², അടുത്ത -2ω² ഇങ്ങനെ പോകും. -2ω എക്സെട്ര എത്ര ടൈം കാണും, n ഫാക്ടേഴ്സ് കാണും. ഇൻറ്റു അടുത്തെന്ന് വരും -2ω² ഇൻറ്റു എക്സെട്ര എത്ര ടൈം കാണും, n ഫാക്ടേഴ്സ് കാണും. അപ്പോൾ അതാണ് ഓർമ്മയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. -2ω എക്സെട്ര എത്ര ഫാക്ടേഴ്സ് കാണും, n ഫാക്ടേഴ്സ് കാണും. മനസ്സിലായോ?
അതുപോലെ -2 ഒമേഗ സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് കാണും? n ഫാക്ടേഴ്സ് കാണും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുന്ന സമയത്ത് -2 ഒമേഗ റൈസ് ടു മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ദി ഹോൾ റൈസ് ടു n ഇൻറ്റു -2 ഒമേഗ സ്ക്വയർ ദി ഹോൾ റൈസ് ടു n ആയി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു -2 ദി ഹോൾ റൈസ് ടു n ഇൻറ്റു ഒമേഗ റൈസ് ടു n ഇൻറ്റു -2 ദി ഹോൾ റൈസ് ടു n ഇൻറ്റു ഒമേഗ റൈസ് ടു n എന്നായി മാറും. -2 ദി ഹോൾ റൈസ് ടു n ഇൻറ്റു -2 ദി ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ ആര് വരും? -2 ദി ഹോൾ റൈസ് ടു 2n എന്നായി മാറും. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 റൈസ് ടു അല്ലേ 2 റൈസ് ടു 2n എന്ന് എഴുതാം. 2 റൈസ് ടു 2n കാരണം -2 ദി ഹോൾ റൈസ് ടു 2n എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, പ്രശ്നമൊന്നുമില്ല, അത് അതുപോലെ എഴുതാം. വിച്ച് ഈസ് ഇൻറ്റു ഒമേഗ റൈസ് ടു ആര് വരും? 3n വിച്ച് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആര് വരും? 2n 2 റൈസ് ടു 2n എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒമേഗ 4 റൈസ് ടു n ഒമേഗ ക്യൂബിൻ്റെ വില 1 ആയി മാറും. ഒമേഗ റൈസ് ടു 3 എന്ന് വെച്ചാൽ ഒമേഗ ക്യൂബ് ദി ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ വില 1 റൈസ് ടു n ആയി മാറിക്കോളും. അതായത് 2 റൈസ് ടു 2n എന്ന് അവസാനിക്കും. ഉത്തരം എത്ര കിട്ടും? 4 റൈസ് ടു n എന്നായി മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി 1 മൈനസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റൈസ് ടു 4 1 മൈനസ് ഒമേഗ റൈസ് ടു 4 പ്ലസ് ഒമേഗ റൈസ് ടു 8 എക്സെട്ര എത്ര ഫാക്ടേഴ്സാണ്? 2n ഫാക്ടേഴ്സ്. ഇവിടെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ, ഇവിടെ 1 പ്ലസ് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ, ഇത് 1 മൈനസ് ഒമേഗ റൈസ് ടു 4 പ്ലസ് ഒമേഗ റൈസ് ടു എക്സെട്ര 2n ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ 1 പ്ലസ് ഒമേഗ സ്ക്വയറിന് നേരത്തെ എഴുതിയ റിസൾട്ട് അനുസരിച്ച് തന്നെ വിളിക്കാവുന്ന പേരാണ് മൈനസ് ഒമേഗ മൈനസ് ഒമേഗ. ഈ ഒമേഗ ക്യൂബിന് വിളിക്കാവുന്ന പേരാണ് 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ കൊടുക്കാം. ഇവിടെ 1 മൈനസ് ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ റൈസ് ടു 8 എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ സ്ക്വയർ എക്സെട്ര 2n ഫാക്ടേഴ്സ്. ഇത് -2 ഒമേഗ, ഇത് -2 ഒമേഗ സ്ക്വയർ, ഇതിൻ്റെ വില 1, ഇതിൻ്റെ വില 1, ഇതിൻ്റെ വില 1. 1 മൈനസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ 1 പ്ലസ് ഒമേഗ സ്ക്വയറിന് പകരം മൈനസ് ഒമേഗ കൊടുക്കാം. അതാണ് -ഒമേഗ സ്ക്വയർ. ഇവിടെ എഴുതിയിട്ടുണ്ട് 1 മൈനസ് ഒമേഗ, ഇത് ഒമേഗ സ്ക്വയർ. ഈ 1 പ്ലസ് ഒമേഗ സ്ക്വയറോടെ ചേർത്ത് -ഒമേഗ എക്സെട്ര 2n ടേംസ്. അപ്പോൾ -2 ഒമേഗ എന്ന് പറയുന്ന എത്ര ടേംസ് വരും? n ടേംസ് വരും. -2 ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന എത്ര ടേംസ് വരും? n ടേംസ്. കാരണം മൊത്തത്തിൽ എത്ര ടേംസ് ഉണ്ടോ? 2n ടേംസാണ്. ഇത് n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം -2 റൈസ് ടു n ഇൻറ്റു ഒമേഗ റൈസ് ടു n, ഇത് -2 റൈസ് ടു n ഇൻറ്റു ഒമേഗ റൈസ് ടു 2n. -2 റൈസ് ടു n ഇൻറ്റു -2 റൈസ് ടു n എന്ന് വെച്ചാൽ -2 റൈസ് ടു 2n എന്നായി മാറും. അതായത് -2ൻ്റെ സ്ക്വയർ, -2 റൈസ് ടു 2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൈസ് ടു 2n തന്നെ. ഒമേഗ ക്യൂബ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ക്യൂബ് ദി ഹോൾ റൈസ് ടു n എന്നായി മാറും. അതായത് 2 റൈസ് ടു 2n ആയി മാറും. 2 റൈസ് ടു 2n എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 4 റൈസ് ടു n എന്ന് വരും. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഈ z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈ iy ഈസ് എ വേരിയബിൾ കോംപ്ലക്സ് നമ്പർ സോ ദാറ്റ് ആർഗ് ഓഫ് z മൈനസ് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ഈസ് ഈക്വൽ ടു π/4 then what is the equation? That is the question. Arg of z minus 1 divided by z plus 1 is equal to π/4. Then what is the conditions? Which are the conditions is true which is given below? Okay. But given arg of z minus 1 divided by z plus 1 is equal to π/4. That is arg of z is x plus iy minus 1 divided by x plus iy plus 1 is equal to π/4. That is arg of x minus 1 plus iy divided by x plus 1 plus iy is equal to π/4. Okay, you multiply that expression by its conjugate. Okay, that is arg of x minus 1 plus iy into x plus 1 minus iy divided by x plus 1 plus iy into x plus 1 minus iy. You are multiplying the expression by using the conjugate of the denominator, that is x plus 1 minus iy കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തു. അതായത് കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഇതെന്തായി മാറി? that is arg of bracket expand ചെയ്യുന്ന സമയത്ത് ആര് വരും? that is x minus y in x minus 1 into x plus 1 x minus 1 into x plus 1 minus iy into x minus 1 plus iy into x plus 1 minus
I square is plus divided by, that is the form a plus b into a minus b, that is a square minus means minus I square, that is plus x square is equal to pi by 4, which is equal to arc of എന്ത് വിളിക്കുന്നത് എക്സ്പാൻഡ് ചെയ്ത് x square minus 1 a plus b into a minus b, a square minus b square minus I xy plus iy plus I xy plus iy plus y square divided by x plus 1 the whole square plus y square is equal to pi by 4. These terms can be cancelled. That is arc of x square plus y square plus I into 2y x square plus y square minus 1 x square plus y square minus 1 plus I into 2y divided by x plus 1 the whole square plus y square is equal to pi by 4. That is, you divide, that is arc of x square plus y square minus 1 divided by x plus 1 the whole square plus y square plus I into 2y divided by x plus 1 the whole square plus y square is equal to pi by 4. ഇത് ഏത് ഫോമിലാണ്? ആർഗ് ഓഫ് എന്താണ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയുന്ന ഫോമിലായി മാറി. ഇതിനെ എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ്, that is tan inverse of y by x square plus y square minus 1 divided by x plus 1 the whole square plus y square is equal to pi by 4. These terms can be cancelled. Okay, that is tan inverse of 2y divided by x square plus y square minus 1 is equal to pi by 4. That is 2y divided by x square plus y square minus 1 is equal to tan pi by 4. That is tan pi by 4. Tan pi by 4 is 1. That is 2y is equal to x square plus y square minus 1. അല്ലെങ്കിൽ x square plus y square minus 2y minus 1 equal to 0. That is x square plus y square minus x square plus y square minus 2y minus 1 equal to 0. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ പറയാം. ആർഗ് ഓഫ് z മൈനസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് 1 ഈസ് ഇക്വൽ ടു പൈ ബൈ 4. z മീൻസ് x പ്ലസ് ഐ വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ x പ്ലസ് ഐ വൈ പ്ലസ് 1 ഈസ് ഇക്വൽ ടു പൈ ബൈ 4. ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ x മൈനസ് 1 പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ x പ്ലസ് 1 പ്ലസ് ഐ വൈ ഈസ് ഇക്വൽ ടു പൈ ബൈ 4. ദാറ്റ് ഈസ് x മൈനസ് 1 പ്ലസ് ഐ വൈ ഇൻറ്റു x പ്ലസ് 1 ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? x മൈനസ് 1 ഇൻറ്റു x പ്ലസ് 1 ഐ വൈ ഇൻറ്റു മൈനസ് x മൈനസ് 1 ഇത് y ഇൻറ്റു x പ്ലസ് 1 ഐ വൈ ഇൻറ്റു മൈനസ് ഐ വൈ ദാറ്റ് ഈസ് പോസിറ്റീവ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലായി മാറും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏത് ഫോമിലാക്കണം? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോമിലാക്കി മാറ്റണം. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോമിൽ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആർഗ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ ഒരു ഇസഡ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, അതായത് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ ആര് വരും? റിയൽ പാർട്ട് എന്നായി മാറും. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ 2y ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇത് ഡിവൈഡ് ബൈ റിയൽ പാർട്ട്. These terms and this term be cancelled. That is tan inverse of y divided by x square plus y square minus 1 equal to pi by 4. അതായത് tan pi by 4 എന്ന് വരും. tan pi by 4ൻ്റെ വില 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ അറേഞ്ച് ചെയ്യപ്പെടുക. ഓക്കെ, that is the equation. x square plus y square minus 2y minus 1 is equal to 0. That is the equation. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ദി പോയിന്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വിച്ച് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ മോഡ് z ഈസ് ഈക്വൽ ടു 1 ലൈസ് ഓൺ എവിടെയാണ് എന്നാണ് ചോദ്യം. 12ാമത്തെ ക്വസ്റ്റ്യൻ ദി പോയിന്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വിച്ച് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ മോഡ് z ഈസ് ഈക്വൽ ടു 1 ലൈസ് ഓൺ എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് പരിശോധിക്കാം.
അപ്പോൾ z equal to x plus iy which satisfies the equation mod z is equal to 1 lies on എവിടെ വരും എന്നാണ് ചോദ്യം. അപ്പോൾ given z equal to x plus iy, given z equal to x plus iy, mod z is equal to 1 means mod of x plus iy is equal to 1. That is root of x square plus y square is equal to 1. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആര് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നായി മാറും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്തായി മാറി? ഒരു സർക്കിളായി മാറി. ആ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണ്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? 1 ആണ്. കാരണം ഒരു സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുല. ഇത് ഏത് ഫോമുലായി മാറി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 1. മോഡ് ഇസഡ് മീൻസ് mod z equal to 1 means modulus of x plus iy is equal to 1. That is root of x square plus y square equal to 1. It is simply x square plus y square equal to 1 എന്ന് പറയുന്ന ഫോമുലായി മാറും. അപ്പോൾ എന്തായി മാറി? അതിൻ്റെ സർക്കിളാണ്. സർക്കിളിലെ സെൻറ്റർ 0 0 ആയി മാറി. റേഡിയസ് എത്ര ആയി മാറി? 1 ആയി മാറി. സർക്കിളിലെ സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് ഈസ് 1 യൂണിറ്റ്. ഓക്കെ, ഇല്ല അടുത്ത നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇസഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 5y ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 1. ദെൻ ദി ലോക്കസ് ഓഫ് ഇസഡ് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദെൻ ദി ലോക്കസ് ഓഫ് ഇസഡ് ഈസ്, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 5y ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 1. ദെൻ ദി ലോക്കസ് ഓഫ് ഇസഡ് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ലോക്കസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ പാത്ത് ട്രേസ്ഡ് ബൈ ദി പോയിന്റ്. ഇസഡിനെ വിളിക്കാവുന്ന പേരാണ് എക്സ് പ്ലസ് iy മൈനസ് 5y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് iy പ്ലസ് 5y ഈസ് ഈക്വൽ ടു എത്ര വരും? 1. നമ്മൾ എന്ത് ചെയ്യും? മോഡുലസ് എടുക്കുന്ന സമയത്ത് ആര് വരും? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് i ഇൻറ്റു വൈ മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് i ഇൻറ്റു വൈ പ്ലസ് 5 ഈസ് ഈക്വൽ ടു എത്ര വരും? 1. രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? മുകളിലും താഴെ മോഡുലസ് എടുക്കുക. മുകളിലും താഴെ മോഡുലസ് എടുക്കുന്ന സമയത്ത് ഇതൊരു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് i ഇൻറ്റു വൈ മൈനസ് 5 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് i ഇൻറ്റു വൈ പ്ലസ് 5 ഈസ് ഈക്വൽ ടു എത്ര വരും? 1. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ക്രോസ് മൾട്ടിപ്ലൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആര് വരും? സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y പ്ലസ് 25 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25. രണ്ട് സൈഡിൽ ആരെ ക്യാൻസലായി മാറി? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ക്യാൻസലായി മാറി. 10y ആൻഡ് 10y ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ദിസ് ആൻഡ് ക്യാൻ ബി ക്യാൻസൽ, ദിസ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. 20y ഈസ് ഈക്വൽ ടു 0, y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? ദി ലോക്കസ് ഓഫ് ഇസഡ് ഈസ് എക്സ് ആക്സിസ് എന്നായി മാറും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ 13 ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ദെൻ ദി മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് പ്ലസ് 1 ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ദെൻ ദി മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് പ്ലസ് 1 ഈസ് എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന സമയത്ത് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഓൾവേസ് ലെസ് ദാൻ മോഡ് എ പ്ലസ് മോഡ് ബി. ഇതാണ് റിസൾട്ട്. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ മോഡ് ഇസഡ് പ്ലസ് 4, ഗിവൺ മോഡ് ഇസഡ് പ്ലസ് 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഈ മോഡ് ഇസഡ് പ്ലസ് 1 ഞാൻ എങ്ങനെ എഴുതാം? മോഡ് ഇസഡ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 മൈനസ് 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഇസഡ് പ്ലസ് 4 പ്ലസ് മൈനസ് 3. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് ദി ഫോം എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലായി മാറി. എ പ്ലസ് ബി. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡ് പ്ലസ് 4 പ്ലസ് മോഡ് മൈനസ് 3 എന്നായി മാറി. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡ് പ്ലസ് 4 ഈസ് ലെസ് ദാൻ 3 എന്ന് അവർ പറയുന്നുണ്ട്. മോഡ് 3. സോ എന്ന് വിളിക്കാം മോഡ് ഇസഡ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇതാണ് ഫോം. അപ്പോൾ നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ദി മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് പ്ലസ് 1 ആണ്. മാക്സിമം വാല്യൂ ഏതേ വരത്തുള്ളൂ? 6 വരെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്നൂടെ പറയാം,
മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസിക്കൽ മോഡ് എ പ്ലസ് മോഡ് ബി എന്ന് പറയുന്ന ഫോമുലയാണ്. എന്ത് തന്നിട്ടുണ്ട്? മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ്. മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ മോഡ് ഇസഡ് പ്ലസ് 1 ഞാൻ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് 4 മൈനസ് 3 എന്ന് എഴുതാം. അതിന് ഇസഡ് പ്ലസ് 4 പ്ലസ് മൈനസ് 3 എന്ന് എഴുതാം. സെപ്പറേറ്റ് മോഡുലസ് എടുക്കുക. മോഡ് ഇസഡ് പ്ലസ് 4 പ്ലസ് മോഡ് മൈനസ് 3 എന്നായി മാറും. മോഡ് ഇസഡ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 3 ആയി മാറി. മൈനസ് മോഡ് 3 എന്ന് പറഞ്ഞാൽ 3 ആയി മാറും. 3 പ്ലസ് 3 6 ആയി മാറി. സോ മോഡ് ഇസഡ് പ്ലസ് 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര വരും? 6 എന്ന് വരും. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കുക ചെയ്യുന്ന രീതി. ഓക്കെ, അടുത്ത നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ. If Z1 and Z2 are any two non-zero complex numbers such that a modulus of Z1 plus Z2 is equal to mod Z1 plus mod Z2, then arg Z1 minus arg Z2 is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മോഡ് Z1 ഈസ് ഈക്വൽ ടു മോഡ് Z2. സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്ന മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 ആണെങ്കിൽ ആർഗ് Z1 മൈനസ് ആർഗ് Z2ൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇതാണ് Z1 ആൻഡ് Z2 ആർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്നല്ലേ. അപ്പം ഞാൻ എഴുതുന്നു Z1 ലെറ്റ് Z1 ഈസ് ഈക്വൽ x1 പ്ലസ് IY1 എഴുതാം. Z2 ഈസ് ഈക്വൽ ടു x2 പ്ലസ് IY2 എന്ന് എഴുതാം. Z1 എഴുതി, Z2 എഴുതി. മോഡുലസ് ഓഫ് Z1 ഗിവൺ മോഡുലസ് ഓഫ് Z1 ഗിവൺ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 ആണ്. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 എന്ന് പറയുമ്പോൾ ആര് വരും? മോഡുലസ് ഓഫ് x1 പ്ലസ് IY1 പ്ലസ് x2 പ്ലസ് IY2 ഈസ് ഈക്വൽ ടു മോഡ് Z1. മോഡ് Z1 എന്ന് പറഞ്ഞാൽ ആര് വരും? മോഡ് Z1 മീൻസ് മോഡുലസ് ഓഫ് x1 പ്ലസ് IY1 പ്ലസ് മോഡുലസ് ഓഫ് x2 പറഞ്ഞാൽ x2 പ്ലസ് IY2. ഓക്കെ, അപ്പോൾ ഏത് സമയത്ത് ആര് വരും? റിയൽ പാർട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുക. അതായത് x1 പ്ലസ് x2 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു ഇത് മോഡുലസ് ഓഫ് x1 പ്ലസ് IY1 എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിനെ വേണമെങ്കിൽ ഒറ്റയടിക്കാൻ എഴുതാം. അത് അടുത്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്താലും മതി. x1 പ്ലസ് IY1 പ്ലസ് മോഡുലസ് ഓഫ് x2 പ്ലസ് IY2. ദാറ്റ് ഈസ് ഇത് ചെയ്യുന്ന സമയത്ത് ആര് വരും? റൂട്ട് ഓഫ് മോഡ് എന്നല്ല എ പ്ലസ് IB. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x1 പ്ലസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 ദി ഹോൾ സ്ക്വയർ. എ പ്ലസ് IB എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെന്തായി മാറും? മോഡ് എടുക്കുന്ന സമയത്ത് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എന്ത് വിളിക്കാം? x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആ റൂട്ട് അങ്ങ് പോകും. ആര് വരും? x1 പ്ലസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 പ്ലസ് y2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെന്തായി മാറും? ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഞാൻ എഴുതി കാണിക്കാം. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുലായി മാറി. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആര് വരും? ദാറ്റ് ഈസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് 2x1 x2 പ്ലസ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് 2y1 y2 ഈസ് ഈക്വൽ ടു എസ്. ഇതെന്ത് ചെയ്യും? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നാണ്. അന്ന് വരും x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് അല്ലേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്നായി മാറും. രണ്ട് സൈഡ് x1 സ്ക്വയറും ക്യാൻസലായി മാറി, y1 സ്ക്വയറും ക്യാൻസലായി മാറി, x2 സ്ക്വയറും y2 സ്ക്വയർ ഇവിടുത്തെ x2 സ്ക്വയറും y2 സ്ക്വയറും ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? 2x1 x2 പ്ലസ് 2y1 y2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഈ 2 ഇവിടുന്ന് കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുന്ന സമയത്ത് ആര് വരും? x1 x2
plus y1 y2 is equal to 2 into root of x1 square plus y1 square into root of x2 square plus y2 square. ഈ രണ്ട് സൈഡിൽ 2 അങ്ങ് ക്യാൻസലായി മാറും. ഓക്കെ, ഇത്രയും ചെയ്ത പിടി കിട്ടിയോ? ആദ്യം z1 z2 നമ്മൾ എടുത്തു. z1 ഈസിക്കൽ x1 പ്ലസ് i1, z2 ഈസിക്കൽ x2 പ്ലസ് i2, മോഡ് z1 ഈസിക്കൽ മോഡ് z1 പ്ലസ് മോഡ് z2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചു. മോഡ് z1 ഈസിക്കൽ മോഡ് z1 പ്ലസ് മോഡ് z2 എന്നായി മാറി. നമ്മൾ രണ്ട് സൈഡിലും മോഡുലസ് എടുത്തു വരുന്നു, നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. അതായത് എന്ത് കിട്ടും? 2 into x1 x2 plus y1 y2 is equal to രണ്ട് സൈഡിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത ടേമുകൾ, അതായത് x1 പ്ലസ് x2 പ്ലസ് y1 ബൈ y2 is equal to ഇത് കിട്ടും. ശരിയാണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. സ്ക്വയറിങ് x1 plus x2 plus y1 plus y2 the whole square is equal to x1 square plus y1 square into x2 square plus y2 square. അതായത് x1 square x2 square plus y1 square y2 square plus 2x1 x2 y1 y2 is equal to the bracket open ചെയ്യുമ്പോൾ x1 square x2 square plus x1 square y2 square plus y1 square x2 square plus y1 square y2 square. ഈ രണ്ട് ടേമുകൾ y1 square ഈ രണ്ട് ടേമുകളുമായിട്ട് അങ്ങ് ക്യാൻസലായി മാറി. ബാക്കി നമുക്കുള്ളത് ആരാണ്? 2x1 x2 അല്ലേ? ആ ടേം കൂടി ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? x1 square y2 square മൈനസ് 2x1 x2 y1 y2 പ്ലസ് y1 square x2 square ഈസ് ഈക്വൽ ടു 0 എന്നായി മാറും. അതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ x1 മൈനസ് y2 അല്ലെ x1 y2 മൈനസ് y1 x2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ സാധിക്കും. ഇവിടം വരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എടുത്തത് ഇത്രയേ ഉള്ളൂ. മോഡ് z1 അറിയാം, z1 കൊടുത്തു. ഇതിൻ്റെ മോഡ്ജാസ് എന്ന് പറയുമ്പോൾ അതിന് a പ്ലസ് ib എന്ന് പറയുന്ന ഫോമിലാക്കിയതിന് ശേഷം നമ്മൾ മോഡ്ജാസ് എടുക്കുന്നു. ഇത് മോഡ്ജാസ് ഓഫ് a പ്ലസ് ib, ഇത് മോഡ്ജാസ് ഓഫ് a പ്ലസ് ib. റൂട്ട് ഉണ്ട്, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അവിടെ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോയി. ഇത് റൂട്ട് a പ്ലസ് റൂട്ട് ബി ദി ഹോൾ സ്ക്വയർ, അത് എക്സ്പാൻഡ് ചെയ്യുമ്പം a സ്ക്വയർ ബി സ്ക്വയർ 2 ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്ന ഫോമിലായി മാറി. 2 ഇൻറ്റു റൂട്ട് a ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്ന ഫോമാണ്. ഇവിടുന്ന് 2 കോമ എടുത്ത് വെട്ടിക്കളയും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോയി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. x1 y2 മൈനസ് y1 x2 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. x1 y2 മൈനസ് y1 x2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ബാക്കി എങ്ങനെ ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ ആണ് 0 എന്ന് പറയുന്നത്. അതായത് x1 y2 മൈനസ് y1 x2 ഈസ് ഈക്വൽ ടു 0 എന്നായി മാറി. അതായത് x1 y2 ഈസ് ഈക്വൽ ടു y1 x2 എന്നായി മാറി. അല്ലെ? കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് y2 ബൈ y1 ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? x2 ബൈ x1 എന്നായി മാറും. അതായത് എന്ത് വിളിക്കാം? y2 ബൈ x2 ഈസ് ഈക്വൽ ടു y1 ബൈ x1 എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് x2 y2 എന്ന് പറയുന്നതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് z2 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് z1 അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വിളിക്കാം? z2 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് z1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർഗ് z2 ഈസ് ഈക്വൽ ടു ആർഗ് z1 എന്നെഴുതാം. നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്. ദെൻ ആർഗ് z1 മൈനസ് ആർഗ് z2 എത്ര വരും എന്ന് ചോദിച്ചാൽ എത്ര വരും? 0 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിന് വിളിച്ച പേരാണ് ടാൻ ഇൻവേഴ്സ്, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് z2 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് z1 എന്ന് എഴുതാൻ സാധിക്കും. ഇതിന് വിളിക്കുന്ന പേരാണ് ആർഗ് z2 മൈനസ് ആർഗ് z1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ ആർഗ് z1 മൈനസ് ആർഗ് z2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 17 15ാമത്തെ ക്വസ്റ്റ്യനാണ്. 15ാമത്തെ ക്വസ്റ്റ്യനാണ് ഈ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് പോയിന്റ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഈസ് ഗിവൺ ബൈ ആർഗ് z ഈസ് ഈക്വൽ ടു 2n + 1 × π വേർ n ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറയുന്നു. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞ ഫോമിൽ അറിഞ്ഞിരിക്കണം. ഇതാണ് ആർഗ് z ഈസ് ഈക്വൽ ടു 2n + 1 × π, n ഈസ് ആൻ ഇൻറ്റീജർ എന്നാണ്. ഓക്കെ,
അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർഗിസെഡ് ഈസിക്കൽ 2n + 1 × y വേർ n ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആർഗിസെഡിനെ വിളിക്കുന്ന പേരാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x ഈസ് ഈക്വൽ ടു 2n + 1 × π എന്ന് പറയുന്നു. 2n + 1 × π എന്ന് പറഞ്ഞാൽ ഇത് എല്ലായ്പ്പോഴും എന്താണ്, ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓഡ് മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് എന്താണെന്നറിയാം, കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ലൈ ഓൺ ദി നെഗറ്റീവ് റിയൽ സെമി ആക്സ്. എക്സ് ആക്സ് നെഗറ്റീവ് ആക്സിലേക്ക് വരും. ഈവൻ ആകുന്ന സമയത്ത് അത് പോസിറ്റീവ് റിയൽ ആക്സിലേക്ക് വരും. ഓടാകുന്ന സമയത്ത് നെഗറ്റീവ് റിയൽ ആക്സിലേക്ക് വരും. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിയൽ സെമി ആക്സിസ് എന്നാണ്. നെഗറ്റീവ് റിയൽ സെമി ആക്സിസ് എന്നുവെച്ചാൽ ബാക്കി അല്ല ഉള്ളൂ നെഗറ്റീവ്. അതുകൊണ്ടാണ് സെമി ആക്സിസ് എന്ന് പറയുന്ന പദം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മയിരിക്കുക, ടാൻ ഇൻവേഴ്സ് ഇസിക്കൽ ആർഗിസെഡ് മീൻസ് എന്താണ്, ടാൻ ഇൻവേഴ്സ് y/x എന്ന് വിളിക്കുന്ന പേരാണ് ആർഗിസെഡ്. അതായത് ടാൻ ഇൻവേഴ്സ് y/x ഇസിക്കൽ 2n + 1 × π എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ എപ്പോഴും നെഗറ്റീവ് റിയൽ ആക്സ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സെമി ആക്സിസ് എന്ന് വേണമെങ്കിലും പറയാം. നെഗറ്റീവ് സെമി ആക്സിസ്, നെഗറ്റീവ് സെമി റിയൽ ആക്സിസ്, നെഗറ്റീവ് സെമി റിയൽ ആക്സിസ് അല്ലെങ്കിൽ റിയൽ സെമി ആക്സിസ് എന്ന് വേണമെങ്കിലും പറയാം. z = x when x is less than 0. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അത് ഓർമ്മയിരിക്കുക. ഈ ഓഡ് ഈവൻ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് അത് ഇവിടെ വന്നതിനും അത് പോസിറ്റീവ് എക്സ് ആക്സിസ് വന്നതിനും അതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ z = 1 + i ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z² എത്രയാണ് എന്നാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z². അപ്പോൾ ആദ്യം z² കണ്ടുപിടിക്കണം. z = 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ z² കണ്ടുപിടിക്കുക. z² ഈസിക്കൽ എന്ത് വിളിക്കാം, 1 + i the whole square എന്നായി മാറും. വിച്ച് ഈസ് ഈക്വൽ 1 + 2i + i², which is equal to 1 + 2i - i² പറഞ്ഞാൽ -1, which is equal to 2i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z² ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം, 1/z² എടുത്താൽ മതി. 1/z² എന്ന് വെച്ചാൽ 1/2i ആണ്. സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി മുകളിലും താഴെ എന്ത് ചെയ്യുക, i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു ആര് വരും, ദാറ്റ് ഈസ് -1/2i എന്നായി മാറും. അപ്പോൾ നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്. അതായത് -i/2 എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വെച്ചാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതിയാകും. അതാണ് നമ്മൾ മുമ്പേ എഴുതിയത്. z⁻⁻1 = z⁻/ mod z the whole square. ഇവിടെ 1/z എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ z = 1 + i, z² എടുക്കുമ്പോൾ 1 + i the whole square, 1 + 2i + i². i² ആവില്ല -1, 1 1 ക്യാൻസലായി മാറി 2i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റെസിപ്രോക്കൽ 1/z² എടുക്കുക. 1/z² മീൻസ് 1/2i ആണ്. 1/2i × i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് i/2 എന്നായി മാറും. -i/2 എന്ന് പറയുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അത് ഓർമ്മയിരിക്കുക. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദെൻ 1 + 2α + 3α² + etc. n α⁻n - 1 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നാണ് ചോദ്യം. അതപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊരു ജെയുടെ പ്രിലിമിനറി ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2014 വരെ 2019 വരെയുള്ള 2014 തൊട്ട് 2019 വരെയുള്ള ജെയുടെയും അതുപോലെ 2012 തൊട്ട് 19 വരെയുള്ള കീമിൻ്റെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ആൽഫ ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദെൻ 1 + 2α + 3α² etc. n α⁻n - 1 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗിവൺ ആൽഫ ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ഗിവൺ ആൽഫ ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കാം, α⁻n ഈസ് ഈക്വൽ ടു α⁻n ഈസ് ഈക്വൽ ടു 1. ഗിവൺ ആൽഫ ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദെൻ α⁻n ഈസ് ഈക്വൽ എത്രയായി മാറി, 1 ആയി മാറി. ഓക്കെ, അതിൻ്റെ സമ്മിനെ നമ്മൾ എസ് എന്ന് വിളിക്കാം. ലെറ്റ് എസ് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം, 1 + 2α + 1 + 2α + 3α² + etc. plus n - 1 into α⁻n - 2 plus n into α⁻n - 1. That is equation number 1. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ സം തന്നിരിക്കുന്ന സം എന്ന് പറയുന്നത് ഇതാണ്. 1 + 2α + 3α² etc. plus n α⁻n - 1. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈമോടെ ഞാൻ എഴുതി കാണിച്ചത് മാത്രം n - 1 into α⁻n - 1. ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ഒരു ആൽഫ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈയിങ് ബൈ ആൽഫ
ദാറ്റ് ഈസ് എസ് ആൽഫ ഈസ് ഈക്വൽ ടു എഴുതുന്നത് ശ്രദ്ധിച്ചോണം. ഇതിനെ ആൽഫ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ശേഷം ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ആൽഫ വരും. വേണമെങ്കിൽ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ആൽഫ വരും, അത് ഇതിന് താഴെ എഴുതും. 2നെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വരും 2 ആൽഫ സ്ക്വയർ വരും, ഇതിനെ താഴെ എഴുതും. ഇവിടെ വരുന്ന 4 ആൽഫ ക്യൂബാണ്. അപ്പം ഞാൻ എന്ത് എഴുതും? ദാറ്റ് ഈസ് 3 ആൽഫ ക്യൂബ് ഇവിടെ എഴുതും, പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? ദാറ്റ് ഈസ് n മൈനസ് 1 ഇൻറ്റു ആൽഫ റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു ആൽഫ റൈസ് ടു n എന്നായി മാറും അല്ലേ. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ടേം ഒന്നുമില്ല, n ഇൻറ്റു ആൽഫ റൈസ് ടു n എന്നായി മാറും. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n മൈനസ് 1 ഇൻറ്റു ആൽഫ റൈസ് ടു n മൈനസ് 1 ഇങ്ങനെയാണ് ടേം കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 2 എഴുതിയപ്പോൾ കിട്ടിയോ? ആദ്യത്തെ ഇക്വേഷൻ എസ് ഇ സി കൊണ്ടൊന്ന് വിളിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ആൽഫ കൊണ്ട് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു ആൽഫ ഇതിന് താഴെ എഴുതണം. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആൽഫ സ്ക്വയർ ഇതിന് താഴെ എഴുതി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് താഴെ എഴുതി 3, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് താഴെ എഴുതി. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? n മൈനസ് 1 ഇൻറ്റു ആൽഫ റൈസ് ടു n മൈനസ് 1 ഇതിന് നേരെ താഴെ എഴുതുക, ഇത് n ഇൻറ്റു ആൽഫ റൈസ് ടു n. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. 1 മൈനസ് 2 സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആര് വരും? 1 മൈനസ് ആൽഫ ഇൻറ്റു എസ്. ഇതിനെ ഇത് എസ് മൈനസ് ആൽഫ എസ് എന്നായി മാറും. 1 മൈനസ് ആൽഫ ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ആൽഫയിൽ നിന്ന് ആൽഫ കുറച്ചാൽ ആൽഫ വരും. 3 ആൽഫ സ്ക്വയർ എന്ന് വരും? ആൽഫ സ്ക്വയർ വരും. 4 ആൽഫ ക്യൂബിൽ നിന്ന് 3 ആൽഫ ക്യൂബ് കുറച്ചാൽ എന്ത് വിളിക്കാം? ആൽഫ ക്യൂബ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈമിന് തൊട്ടുമുമ്പ് n മൈനസ് 1 ഇൻറ്റു ആൽഫ റൈസ് ടു n മൈനസ് 1 മൈനസ് n ആൽഫ റൈസ് ടു n, which is s into 1 minus alpha is equal to 1 plus alpha square plus alpha cube plus etc plus എന്ത് വിളിക്കാം? ആൽഫ റൈസ് ടു n മൈനസ് 1 മൈനസ് n ഇൻറ്റു ആൽഫ റൈസ് ടു n എന്നായി മാറും, which is equal to s into 1 minus alpha. ഇതെന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n ടേമുകളുടെ സമ്മാണ്, ഒരു ആൽഫയുടെ n ടേമുകളുടെ സമ്മാണ്. ഫോർമുല a ഇൻറ്റു r raised to 1 minus r raised to n, 1 minus r raised to n divided by 1 minus r minus n alpha raised to n എന്ന് എഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ആൽഫ ഈസ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? nth റൂട്ട് ആൽഫ റൈസ് ടു n ഈസ് ഈക്വൽ 1 അല്ലെങ്കിൽ 1 റൈസ് ടു 1 ബൈ n ഈസ് ഈക്വൽ ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ആൽഫ ഈസ് ക്ലിയർലി ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ടാണ് 1 മൈനസ് ആർ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ മൈനസ് n ആൽഫ റൈസ് ടു n. ഫോർമുല ജി പി ആണ്, ഇതൊരു ജി പി ആയി മാറി. 1 ആൽഫ സ്ക്വയർ ആൽഫ ക്യൂബ് എക്സെട്ര ആൽഫ റൈസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞൊരു ജി പി ആണ്. ജി പിയുടെ ഫസ്റ്റ് ടൈം 1 ആണ്, കോമൺ റേഷ്യോ 6 ആണെങ്കിൽ ജി പിയുടെ സം കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? എസ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇതാണ് അപ്ലൈ ചെയ്ത ഫോർമുല. ഇവിടം വരെ, അതായത് 1 മുതൽ ആൽഫ റൈസ് ടു n മൈനസ് 1 വരെ എത്ര ടേം ഉണ്ട്? n ടേംസ് ഉണ്ട്. വിത്ത് ഫസ്റ്റ് ടൈം ഈസ് 1 ആൻഡ് കോമൺ റേഷ്യോ ഈസ് ആൽഫ. അപ്പോൾ എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് ആർ മൈനസ് n ആൽഫ റൈസ് ടു n എന്നായി മാറും. ഓക്കെ, ബാക്കി എങ്ങനെ ചെയ്യാം? ബാക്കി ചെയ്യുന്ന സമയത്ത് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ് ആണ്. എസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആര് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു ആര് വരും? എസ് ഈസ് ഈക്വൽ ടു 1 minus alpha raised to n divided by 1 minus alpha square, 1 minus alpha the whole square into minus n into alpha raised to n divided by 1 minus alpha എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആൽഫ ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ദെൻ താഴെ പറയുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ് ശരി എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ആൽഫ എന്താണെന്നറിയാം, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെന്നറിയാം. ആൽഫ റൈസ് ടു എന്നിൻ്റെ വില 1 ആണെന്നറിയാം. ഈ വില എത്രയായി മാറി? 0 ആയി മാറി. മൈനസ് n ഇൻറ്റു ആൽഫ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയും എസ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് n ആൽഫ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയും. ഇതാണ്, അതായത് നമ്മുടെ ഓപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ മൈനസ് n ഇൻറ്റു ആൽഫ റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ റൈസ് ആൽഫ. ഈ ആൽഫ റൈസ് ടു n ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെറുതാക്കാം. കാരണം എന്താ? ആൽഫ റൈസ് ടു n എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എത്രയാണ്? 1 ആണ്. അപ്പം മൈനസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് സെക്കൻഡ് ഓപ്ഷൻ, മൈനസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ പറയാം.
ആൽഫ ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു എന്നിൻ്റെ വില എത്രയാണ്? 1 ആണ്. അല്ലെങ്കിൽ 1/1 എന്ന് പറഞ്ഞാൽ ആൽഫ ആയി മാറി. എസ് എഴുതി. ഞാൻ അതിന് തൊട്ടുമ്പോൾ ഒരു ടേം കൂടെ എഴുതി. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി പോകണം. 1 കൊണ്ട് ആൽഫ 2 ആൽഫയുടെ നേരെ താഴെ ആൽഫ എഴുതാം. കാരണം പോളിനോമിയൽസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പവർ ഒരുപോലെ ആയിരിക്കണം. എന്നാലേ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഇതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ റൈസ് ടു n-1 അതിന് താഴെ എഴുതണം. കുറയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. ഇതൊരു n ടൈംസ് ബൈ ജി പി ആണ്. ആ ജി പിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആൽഫ ഈസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയാണ്. സ്വായിട്ടും 1-ൽ താഴെയാണ്. 1 റൂട്ട് എന്ന് പറയുമ്പോൾ ആ സംഖ്യ കാട്ടി ചെറുതായിരിക്കത്തില്ലേ. അപ്പോൾ 1 - r⁻1 ഡിവൈഡ് ബൈ 1 - r മൈനസ് n ആൽഫ റൈസ് ടു n. 1 - ആൽഫ കൊണ്ട് താഴെ ഇറക്കുന്നു. ആൽഫ റൈസ് ടു n ഈസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൽഫ റൈസ് ടു n വില 1 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഇത് 0 ആയി മാറും. ഇവിടെ വേണമെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു n വില എത്രയായി മാറും? 1 ആയി മാറും. ആൽഫ റൈസ് ടു n ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അപ്പോൾ ഇത് n-1 - ആൽഫ എന്ന് വരും. ദാറ്റ് ഈസ് -n ഡിവൈഡഡ് ബൈ 1 - ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² + a² = 8x + 6a ആർ റിയൽ ദെൻ a ബിലോങ്സ് ടു ദി ഇൻ്റർവെൽ എവിടാണ് എന്നാണ് ചോദ്യം. ഇത് റിയൽ ആകുമ്പോൾ a ഏത് ഇൻ്റർവെൽ വരും എന്നാണ് ചോദ്യം. x² + a² = 8x + 6a ആർ റിയൽ ദെൻ a ബിലോങ്സ് ടു വിച്ച് ഇൻ്റർവെൽ എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്നുകൂടെ എടുത്തെഴുതാം. x² + a² = 8x + 6a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. താഴെ a ബിലോങ്സ് ടു വിച്ച് ഇൻ്റർവെൽ എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു. x² + a² = 8x + 6a അല്ലേ. ഗിവൺ നോക്കിയോ ചെയ്യുന്ന രീതി. ഗിവൺ x² + 8x = x² + a² = 8x + 6a അല്ലെങ്കിൽ x² - 8x + a² - 6a = 0 എന്ന് പറയുന്നു. ഓക്കെ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ദ റൂട്ട്സ് ആർ റിയൽ എന്ന് പറയുന്നു അല്ലേ. സിൻസ് റൂട്ട്സ് ആർ റിയൽ എന്ന് പറയുന്ന സമയത്ത് എന്ത് വിളിക്കാം? b² - 4ac ≥ 0. b² എന്ന് പറഞ്ഞാൽ 64 - 4 × a × c എന്ന് പറഞ്ഞാൽ a² - 6a ≥ 0. 64 - 4a² + 24a ≥ 0 എന്നെഴുതാം. അല്ലെങ്കിൽ നമുക്കൊരു 4 വെച്ച് അങ്ങ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4a² - 24a - 64 ≤ 0 അല്ലെങ്കിൽ a² - 6a മൈനസ് എന്ന് വരും 16 ≤ 0 എന്ന് വരും. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇതിനെ എന്ത് വിളിക്കാം? കൂട്ടുമ്പോൾ -6 ഗുണിക്കുമ്പോൾ a - 8 × a + 2 എന്ത് വിളിക്കാം? <= 0. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് <= 0 ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഒന്നുകിൽ എന്ത് ചെയ്യാം? a - 8 <= 0 ആ സമയത്ത് a + 2 <= 0 അല്ലേ. രണ്ടും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായി മാറും? <= 0. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും <= 0. അല്ലെങ്കിൽ a + 2 <= 0 ആ സമയത്ത് a - a <= 0 എന്ന് വരും. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? ഒന്നുകിൽ a <= -8 a <8 ആൻഡ് a <= -2 അല്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ a <= -2 a <8 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് -2-നും 8-നും ഇടയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. -2-നും
എയുടെ -2-നേക്കാട്ടി വലുതാണ്, 8-നേക്കാട്ടി ചെറുതാണ്. ഇതൊരിക്കലും പോസിബിൾ ആകത്തില്ല. എയെക്കാട്ടി -2-നേക്കാട്ടി ചെറുതും -8-നേക്കാട്ടി വലുതുമായിട്ട് എ ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? -2-നും 8-നും ഇടയിൽ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്, -2-നും 8-നും ഇടയിൽ. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. x² + a² = 8x + 6a എന്നാണ്. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഇതിൻ്റെ റൂട്ട്സ് എന്താണ്? റിയൽ ആണെന്ന് പറഞ്ഞു. റിയൽ ആകുന്ന സമയത്ത് b² - 4ac ≥ 0. b² എന്ന് പറയുമ്പോൾ 64 - 4 × a × c ≥ 0. ക്വാഡ്രാറ്റിക് ഫോമായി മാറി. ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം -4ac² പോസിറ്റീവ് ആക്കാം. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇൻഇക്വാലിറ്റി സിമ്പിൾ റിവേഴ്സായി മാറും. 4a² - 24a -64 < 0. 4 വെച്ച് ഡിവൈഡ് ചെയ്തു. a² - 6a - 16 < 0. ഗുണിക്കുന്ന സമയത്ത് -16 കൂട്ടുമ്പോൾ -6, -8ഉം 2ഉം. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് <0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യ <0 ആയിരിക്കും. ഒന്നിൽ ഇത് <0, ആ സമയത്ത് ഇത് <0. x <8, a is greater than -2. അതിൽ a + 2 <0 എടുക്കാം. ആ സമയത്ത് a - 2 greater than a. അപ്പം ഇവിടെ പറയുമ്പോൾ a <-2, -2-നേക്കാട്ടി ചെറുതുമാണ്, 8-നേക്കാട്ടി വലുതുമായിട്ടൊരു സംഖ്യ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദി വാല്യൂ ഈസ് -2 to 8. ഇതാണ് നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x² + bx + c = 0. ദെൻ ദി ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ b ആൻഡ് c ആർ. ഏതാണ് എന്നാണ് ചോദ്യം. ആൽഫയും ബീറ്റ ഇതിൻ്റെ റൂട്ട്സ് ആണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ദെൻ ദി ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് b ആൻഡ് c ആർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ആൽഫ ഗിവൺ ആൽഫ, ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ഏത് ഇക്വേഷനാണ്? ax² + bx + c = 0. അങ്ങനെയെങ്കിൽ സം ഓഫ് ദി റൂട്ട് എഴുതാം. സം ഓഫ് ദി റൂട്ട് ഈസ് ഇക്വൽ ടു -b/a. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എഴുതാം. എത്രയാണ്? c/a. സം ഓഫ് ദി റൂട്ട് എഴുതി, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എഴുതി. സം ഓഫ് ദി റൂട്ട് -b/a എഴുതി, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a എഴുതി. ഓക്കെ, എഴുതിയാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ ആൽഫ + ബീറ്റ ഈസ് ഇക്വൽ ടു -b/a. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇക്വേഷൻ വന്നിരിക്കുന്നത് x² ആണ്, a ഇല്ല. അപ്പം -b/a എന്ന് പറയുമ്പോൾ ഇവിടെ ആര് വരും? -b. c/a എന്ന് പറയുമ്പോൾ ആര് വരും? c വരും. ഓക്കെ, അപ്പോൾ b-യും c/a മാറി. ഇനി നമ്മളോട് വെച്ചിരിക്കുന്ന ആ b-യും c-യും റൂട്ടാകുന്ന ഇക്വേഷൻ ആണ്. ദെൻ ദി ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ b ആൻഡ് c ആർ. ദെൻ ദി ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ b ആൻഡ് c ആർ. ലെറ്റ് b ആൻഡ് c ആർ റൂട്ട്സ്. ലെറ്റ് b ആൻഡ് c ആർ റൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് b-യും c റൂട്ട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ b + c എത്ര വരും? b + c ഈസ് ഈക്വൽ ടു -α - β പ്ലസ് എന്ത് വിളിക്കാം? ആൽഫ ബീറ്റ. b എന്ന് പറഞ്ഞാൽ -α β ആണ്, c എന്ന് പറഞ്ഞാൽ ആൽഫ. അപ്പോൾ b + c സം ഓഫ് ദി റൂട്ട് കണ്ടുപിടിച്ചു. സം ഓഫ് റൂട്ട്സ് b ആൻഡ് c. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് നോക്കിയാൽ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ആര് വരും? പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ബി സി ഈസ് ഈക്വൽ ആര് വരും? ബി സി ഈസ് ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ -α + β ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ആര് വരും? ആൽഫ ബീറ്റ. അതായത് -α² ബീറ്റ -α β² എന്നായി മാറും. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? quadratic equation having b and c are root. bയും cയും റൂട്ട് ആകുന്ന quadratic equation is എന്ത് വിളിക്കാം? x² - b + c into x plus bc is equal to 0. x² - b + c എന്ന് പറഞ്ഞാൽ ആര് വരും? -α - β plus alpha beta into x plus bc. bc means -α² beta -α β² is equal to 0. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓപ്ഷൻസ് വരുന്നത് x² പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ്
അടുത്ത ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. മൈനസ് ആൽഫ ബീറ്റ കോമൺ എടുത്താൽ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത രീതി മനസ്സിലായല്ലോ. നമ്മളോട് പറയുന്ന ആൽഫയും ബീറ്റയിൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞു, സം ഓഫ് ദി റൂട്ട് എഴുതി, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എഴുതി. ഇനി ആ റൂട്ടുകൾ റൂട്ടാകുന്ന മറ്റൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ബിയുടെ വില എത്ര കിട്ടി? മൈനസ് ആൽഫ മൈനസ് ബീറ്റ. സിയുടെ വില എത്രയാണ്? ആൽഫ ബീറ്റ. സം ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതി എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ബി പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ബി സി ഈസ് ഈക്വൽ ടു 0. ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇഫ് വൺ റൂട്ട് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0 ഈസ് 4. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12ൻ്റെ ഒരു റൂട്ടാണ് 4. while the equation x square plus px plus q is equal to 0 has equal roots. അതിൻ്റെ റൂട്ട് ഈക്വൽ ആണ് എന്ന് വെച്ചാൽ തുല്യമായ റൂട്ടാണ് എപ്പോഴും. അങ്ങനെയെങ്കിൽ ക്യൂവിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ക്വസ്റ്റിനകത്ത് പറയുന്ന ഒരു കാര്യം എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ഒരു റൂട്ടാണ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ ഒരു റൂട്ടാണ് 4. സിൻസ് 4 ഈസ് വൺ റൂട്ട് വി ഹാവ് എന്ത് വിളിക്കാം? 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 4p പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. അതിൽ 4p ഈസ് ഈക്വൽ എത്ര കിട്ടും? -28. p ഈസ് ഈക്വൽ എത്ര കിട്ടും? -7. സോ ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് px plus q is equal to 0 becomes എന്തായി മാറി? എക്സ് സ്ക്വയർ മൈനസ് 7x plus q is equal to 0. ഇറ്റ് ഹാസ് എന്താണ്? ഇറ്റ് ഹാസ് ഈക്വൽ റൂട്ട്സ് ആണ്. ഈക്വൽ റൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് എന്ത് വിളിക്കാം? ബി സ്ക്വയർ മൈനസ് 4ac. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈക്വൽ റൂട്ട്സ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ഈക്വൽ റൂട്ട്സ്. ദെൻ ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ഈസ് ഈക്വൽ ടു 0. അല്ലെ 49 ഈസ് ഈക്വൽ എന്ന് വിളിക്കാം, 4q എന്ന് വിളിക്കാം. അല്ലെങ്കിൽ q ഈസ് ഈക്വൽ ആര് വരും? 49/4 എന്നായി മാറും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പിയുടെ വില -7 കിട്ടും, ക്യൂവിൻ്റെ വില എത്ര കിട്ടും? 49/4 എന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ 0 എന്ന് പറയുന്ന ഇക്വേഷൻ 4 അതിൻ്റെ ഒരു റൂട്ടാണ് എന്ന് പറഞ്ഞു. 4 അതിൻ്റെ റൂട്ടാണെങ്കിൽ 16 പ്ലസ് 4p പ്ലസ് 12 ഈസ് ഈക്വൽ 0, p ഈസ് ഈക്വൽ -7. പിയുടെ വില -7 ആകുമ്പോൾ എന്തായി മാറി? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് q ഈസ് ഈക്വൽ 0 ഹാസ് ഈക്വൽ റൂട്ട്സ്. ഇതിന് ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ 0 ആയി മാറും. ബി സ്ക്വയർ മീൻസ് -7ൻ്റെ സ്ക്വയർ 49 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി 1 ഇൻറ്റു q ഈസ് ഈക്വൽ 0. 49 ഈസ് ഈക്വൽ 4q അല്ലെങ്കിൽ q ഈസ് ഈക്വൽ ആര് വരും? 49/4 എന്ന് വരും. ക്യൂവിൻ്റെയും പിയുടെയും വിലയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് അല്ലേ. അപ്പോൾ സോറി, ക്യൂവിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്യൂവിൻ്റെ വില കിട്ടി 49/4. ഈക്വൽ റൂട്ട്സ് ആകുന്ന കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈക്വൽ റൂട്ട്സ് ആകുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബി സ്ക്വയർ മൈനസ് 4ac എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. റൂട്ട്സ് റിയലും ഈക്വലും ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. റൂട്ട്സ് റിയലും ഡിസ്റ്റിൻറ്റും ആകുന്ന സമയത്ത് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കോംപ്ലക്സ് റൂട്ട്സ് ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഇതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓഫ് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ആർ പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി, ദെൻ ദി ഇക്വേഷൻ ഈസ് ഏതോ രണ്ട് റൂട്ട്സുകൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ അറിയാം, അതുപോലെ ജിയോമെട്രിക് മീൻ അറിയാം. എത്രയാണ്? പിയും ക്യൂമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓഫ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ് ആർ എന്താണ്? പി ആൻഡ് ക്യൂ എന്നാണ് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ പി ആണ്, ജിയോമെട്രിക് മീൻ എന്താണ്? ക്യൂ ആണ്. ഞാൻ പറയുന്നു ലെറ്റ് എ ആൻഡ് ബി ബി റൂട്ട്സ്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ ബൈ ക്വസ്റ്റ്യൻ അത് പറയുന്ന കാര്യം ബൈ ക്വസ്റ്റ്യൻ
അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ എത്ര എന്ന് പറയുന്നുണ്ട്? അരിത്തമെറ്റിക് മീൻ പി ആണ് എന്ന് പറയുന്നു. അപ്പോൾ എ പ്ലസ് ബി ഈസിക്കൽ എന്ന് വിളിക്കാം 2p. ഇവ നമ്മളുടെ ജോമെട്രിക് മീൻ എന്താണ്? ക്യൂ ആണെന്ന് പറയുന്നു. റൂട്ട് എ ബി ഈസിക്കൽ ക്യൂ എന്നായി മാറും. ശരിയല്ലേ? ജോമെട്രിക് മീൻ എത്ര ആയി മാറി? ക്യൂ ആയി മാറി. അല്ലെങ്കിൽ എ ബി ഈസിക്കൽ ആര് വിളിക്കാം? ക്യൂ സ്ക്വയർ. ഇനി ഇവ തമ്മിൽ റൂട്ടായിട്ട് വരുന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ഇവ തമ്മിൽ റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഫോം കൺസ്ട്രക്റ്റീവ് ഫോം ആയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Then the equation is എങ്ങനെ എഴുതാം? Then the equation is x square minus ഏത് രണ്ട് സംഖ്യകൾ വന്നാലും അത് റൂട്ടായിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്ന എങ്ങനെ? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ എത്ര വരും? 0. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ 2p ആണ്. 2px പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എത്ര വരും? 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വന്നു? എക്സ് സ്ക്വയർ മൈനസ് 2px പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0 എന്നായി മാറി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എന്ത് ചെയ്യും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്ന ഒരു കാര്യം, അതിൽ അവ തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ, ആ റൂട്ടുകൾ തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ എത്ര എന്ന് പറയുന്നുണ്ട്? പി ആണ് എന്ന് പറയുന്നു. അപ്പോൾ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഈസിക്കൽ പി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഈസിക്കൽ 2p. ഇനി ആ റൂട്ടുകൾ തമ്മിലുള്ള ജോമെട്രിക് മീൻ എത്ര എന്നറിയാം? ക്യൂ ആണെന്നറിയാം. അതായത് റൂട്ട് എ ബി ഈസിക്കൽ എത്ര കിട്ടി? ക്യൂ. അല്ലെങ്കിൽ എ ബി ഈസിക്കൽ എന്തായി മാറി? ക്യൂ സ്ക്വയർ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എയും ബിയും റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ആര് വരും? 2px. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് എന്ന് പറയുന്ന സമയത്ത് 2px, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ആര് വരും? ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2px പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഏത് രണ്ട് സംഖ്യ വന്നാലും അത് റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ്. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം. അത് ഓർമ്മയിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഈസിക്കൽ 0 ഡിഫർ ബൈ 2 എന്നാണ്. ഇഫ് ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഈസിക്കൽ 0 ഡിഫർ ബൈ 2, ദെൻ താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. ഡിഫർ ബൈ 2, ദെൻ താഴെ പറയുന്ന ഏത് കണ്ടീഷൻ ആണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് രണ്ട് റൂട്ടുകളുണ്ട്, അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് പറയുന്നു? 2 ആണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ റൂട്ട്സ് എടുക്കുന്നു. ലെറ്റ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് 2 ബി ദ റൂട്ട്സ്. ലെറ്റ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് 2 ബി ദ റൂട്ട്സ്. ഓക്കെ, ലെറ്റ് ആൽഫ ആൻഡ് ആൽഫ മൈനസ് 2 ബി ദ റൂട്ട്സ്. അങ്ങനെയെങ്കിൽ സം ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കാം. സം ഓഫ് ദി റൂട്ട് എത്ര വരും? ആൽഫ പ്ലസ് ആൽഫ മൈനസ് 2 ഈസ് ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഈസിക്കൽ 0. രണ്ട് റൂട്ടുകളുണ്ട്. ആ രണ്ട് റൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് പറയുന്നു? 2 ആണ്. അപ്പോൾ ആദ്യത്തെ റൂട്ട് ആൽഫ ആണെങ്കിൽ അടുത്ത ആൽഫ മൈനസ് 2. സം ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കാൻ മൈനസ് ബി ബൈ എ. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 2 ഈസിക്കൽ സി ബൈ എ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഫ്രം 1 എന്ന് വിളിക്കാം 2 ആൽഫ ഈസിക്കൽ ടു ബി പ്ലസ് 2, അല്ലെങ്കിൽ ആൽഫ ഈസിക്കൽ ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2. രണ്ടാമത്തെ ഇക്വേഷനകത്ത് വില കൊടുത്തേ. രണ്ടാമത്തെ ഇക്വേഷനകത്ത് വില കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും? രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ വില കൊടുക്കുമ്പോൾ ആൽഫയുടെ വില വരുന്നത് ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു സി എന്നായി മാറും. അല്ലെങ്കിൽ ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി പ്ലസ് 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ബി പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ബി പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 അല്ല, ഈസ് ഈക്വൽ ടു സി.
minus b plus 2 the whole square into minus 4 into b plus 2 is equal to 4c എന്നായി മാറും. അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ബി സ്ക്വയർ പ്ലസ് 4b പ്ലസ് 4 മൈനസ് 4b മൈനസ് 8 ഈസ് ഈക്വൽ ടു 4c എന്നായി മാറും. ബി സ്ക്വയർ ഈ 4b മൈനസ് 4b ക്യാൻസലായി മാറി ബി സ്ക്വയർ മൈനസ് 4c ഈസ് ഈക്വൽ ടു 4 എന്നായി മാറും. ഇതാണ് നമുക്ക് വേണ്ട ഉത്തരം. ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് 4c ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഉത്തരം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ചെയ്ത രീതി. ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 റൂട്ടുകളുണ്ട്. അവ തമ്മിൽ 2 വെച്ചാണ് ഡിഫർ. ദേ ആർ ഡിഫർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ആൽഫയാണെങ്കിൽ അടുത്ത റൂട്ട് എത്രയായി മാറി? ആൽഫ മൈനസ് 2 ആയി മാറി. സം ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാം. ആൽഫ പ്ലസ് ആൽഫ മൈനസ് 2 ഈസ് മൈനസ് ബി ബൈ എ. ഓക്കെ, ബി എഴുതി. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 2 എന്ന് പറഞ്ഞാൽ സി ബൈ എ എന്ന് പറഞ്ഞാൽ സി ആയി മാറി. ഇവിടുന്ന് 2 ആൽഫ ഈസ് ഈക്വൽ ടു 2 ബി പ്ലസ് 2 എന്നായി മാറി. ആൽഫ ഈസ് ഈക്വൽ ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ വില ഇക്വേഷൻ നമ്പർ 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 2 രണ്ടാമത്തേതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ബി പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? ബിയുടെ വില ഇക്വേഷൻ നമ്പർ 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി പ്ലസ് 2 ഡിവൈഡ് ബൈ 2 മൈനസ് ബി പ്ലസ് 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു സി. എൽസിയം എടുക്കുക. എൽസിയം എടുത്ത 4 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വ്യക്തമായി മനസ്സിലാക്കപ്പെടുക. ബി പ്ലസ് 2 ഇൻറ്റു ബി പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ബി പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4c. എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4c ഈസ് ഈക്വൽ ടു 4 എന്നായി മാറും. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ 23 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. അതിലൊരു 2 ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് എ കോമ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ കോമ ബി കോമ സി ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ GP then the equations ax square plus bx plus c is equal to 0. The equation ax square plus bx plus c is equal to 0 and dx square plus 2ex plus f is equal to 0 have a common root if d by a is equal to e by b is equal to d by a comma e by b comma f by c. d by a comma e by b comma f by c are in ആദ്യ ഓപ്ഷൻ എന്ന് പറയുന്നത് GP ആണ്. രണ്ടാമത്തെ പറയുന്നത് AP ആണ്. മൂന്നാമത്തത് HP ആണ്. ലാസ്റ്റ് നൺ ഓഫ് ദീസ്.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി കാണിച്ചത്. ഈ റിസൾട്ട് 2-3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരുന്നതാണ്. ഇപ്പോൾ എ ബി സി ആർ ഇൻ ജി പി, എയും ബിയും സി എവിടെയാണെന്ന് പറഞ്ഞു, ജി പി ആണെന്ന് പറഞ്ഞു. ദെൻ ദി ഇക്വേഷൻസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇ ഈക്വൽ 0 ആൻഡ് ഡി എക്സ് സ്ക്വയർ പ്ലസ് 2ex പ്ലസ് എഫ് ഈക്വൽ 0 ഹാവ് എ കോമൺ റൂട്ട്. രണ്ട് ഇക്വേഷനും കോമൺ ആയിട്ട് റൂട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നോക്കിയാൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ഡി ബൈ എ, ഇ ബൈ ബി, അതുപോലെ എഫ് ബൈ സി എവിടെയാണ് എന്നാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ആ റിസൾട്ട് വ്യക്തമായി കാണാറിയുക. അങ്ങനെയെങ്കിൽ അതിന് കോമൺ റൂട്ട്സ് ഉണ്ട്. ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ് ബി എസ് സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ജി പിയിലാണെങ്കിൽ ഡി ബൈ എ ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഈസ് ഈക്വൽ ടു എഫ് ബൈ സി എന്ന് പറയുന്ന കോയിഫിഷ്യൻസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ദേ ആർ ഇൻ എ പി ആയിരിക്കും. ഇത് റിസൾട്ടായിട്ട് അറിഞ്ഞിരിക്കണം. വേണമെങ്കിൽ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്പിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ റിസൾട്ടായിട്ട് ഓർത്തിരുന്നാൽ മതി. ഇത് എവിടെ ആയിരിക്കും എപ്പോഴും, അതായത് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയപ്പെടുന്ന അതിന് കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അതെവിടെ ആയിരിക്കും, എ പി ആയിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ടും വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എയും ബിയും സിയും എവിടെയാണ്, ജി പി ആണ്. ഇവിടുന്ന് ജി പി ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ബി സ്ക്വയർ ഈക്വൽ എ സി എന്നൊക്കെ എഴുതാൻ പറ്റും. അത് പോട്ടെ, നമുക്ക് വേണ്ട ഇതാണ് ഡി ബൈ എയും ഇ ബൈ ബിയും എഫ് ബൈ സിയും എന്ന് പറയുന്ന എല്ലായ്പ്പോഴും കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ അവയുടെ കോയിഫിഷ്യൻറ്റുകൾ റേഷ്യോ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കും എന്നറിയാമോ, എ പിയിലായിരിക്കും. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന് കോമൺ റൂട്ട് ഉണ്ട് എങ്കിൽ അവയുടെ എക്സ് സ്ക്വയറിൻ്റെയും എക്സിൻ്റെയും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കും, എ പിയിലായിരിക്കും. അപ്പോൾ ഇത് ഒരു റിസൾട്ടായിട്ട് ഓർമ്മയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതി വിട്ടോണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ എഴുതുകയാണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ഓൾ പോസിറ്റീവ് വാല്യൂസ് ഓഫ് x and y, the value of 1 plus x square into 1 plus y square. For all positive values of x and y, the value of 1 plus x square into 1 plus y square divided by xy is, നമ്മൾ പറയുന്ന അതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 9, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 9, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. For all positive values of x and y, the value of 1 plus x square into 1 plus y square divided by xy is ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കണം. ഒരു റിസൾട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ആ റിസൾട്ട് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ വാല്യൂ, ഇതിന് സ്വീകരിക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ. അപ്പോൾ ഞാനിവിടെ രണ്ട് സംഖ്യയിൽ എടുക്കുന്നു, എക്സ് 1/x 1. അപ്പോൾ അവ തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ എത്ര വരും, എക്സ് പ്ലസ് 1/x + 1 ഡിവൈഡഡ് ബൈ 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദെയർ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ആര് വരും, എക്സ് ഇൻറ്റു 1/x × 1, അതിൻ്റെ ക്യൂബ് റൂട്ട്. രണ്ട് സംഖ്യകളാകുമ്പോഴാണ് സ്ക്വയർ റൂട്ട് വരുന്നത് ജോമെട്രിക് മീൻ്റെ. മൂന്ന് സംഖ്യകളാകുമ്പോൾ ക്യൂബ് റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എക്സ് ക്യാൻസലായി മാറും. എന്ത് വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1. ഇത് എൽസിഎം എടുക്കുന്ന സമയത്ത് x² + x + 1 ഡിവൈഡഡ് ബൈ 3x എന്നായി മാറും അല്ലേ. അല്ലെങ്കിൽ x² + x + 1 ബൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആര് വരും, ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 ആയി മാറും. അടുത്ത രണ്ട് സംഖ്യകൾ എടുക്കുന്നു, y ലെറ്റ് y, 1/y, 1 y പ്ലസ് 1/y + 1 ഡിവൈഡഡ് ബൈ 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ y × 1/y × 1 എന്നായി മാറും.
വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/1/3. LCM എടുക്കുമ്പോൾ y സ്ക്വയർ പ്ലസ് 1 പ്ലസ് y ഡിവൈഡഡ് ബൈ 3 എന്നായി മാറും. അല്ലെ y സ്ക്വയർ പ്ലസ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ y ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y എന്നായി മാറും. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ ഡിവൈഡഡ് ബൈ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം 2 ഇക്വേഷൻസ് കിട്ടും. എടുത്ത മനസ്സിലായോ? ഏതോ 2-3 സംഖ്യകളുണ്ട്, അവയുടെ എപ്പോഴും അരിത്തമെറ്റിക് മീൻ ഈസ് എത്ര സംഖ്യകളുണ്ടെങ്കിലും അവയുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീനെക്കാട്ടി എപ്പോഴും വലുതായിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. നമുക്ക് 1 + x + x² എന്ന് പറയുന്ന ടേമും 1 + y y² എന്ന ടേമും വേണം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം എക്സും 1/x ഉം 1ഉം എടുത്തത്. അപ്പോൾ അവ തമ്മിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് മീൻ എടുക്കുക. ഡിവൈഡഡ് ബൈ 3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. 2 സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആകുമ്പോൾ സ്ക്വയർ റൂട്ട്, 3 സംഖ്യകളാകുമ്പോൾ ക്യൂബ് റൂട്ട്, 4 സംഖ്യകളാകുമ്പോൾ 4 റൂട്ട് ഓഫ് 4th റൂട്ട് ഓഫ്. അപ്പോൾ ഇവിടെ LCM എടുത്തു, എക്സ് താഴെ വന്നു, ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയും, എക്സ് അതുപോലെ നിൽക്കുന്നു, 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന സമയത്ത് y + 1/y + 1 ഡിവൈഡഡ് ബൈ 3 which is greater than or equal to cube root of y into 1/y into 1. LCM എടുക്കുക, 3y താഴെ വരും, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/1/3 ഡിവൈഡഡ് ബൈ y ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 1 and 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? 1 + x + x² ഇൻറ്റു 1 + y y² ഡിവൈഡഡ് ബൈ ആര് വരും? xy ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. സോ അതിൻ്റെ മിനിമം വില എന്ന് പറയുന്നത് നമുക്ക് 9 എന്ന് പറയാം. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനാണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ സെക്ഷനകത്തിലെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആവുന്നു നമ്മുടെ സിലബസിനകത്തിൽ, അത് JEE സിലബസിനകത്ത് വരുന്നതാണ്. അതുപോലെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം പ്രത്യേകം കണ്ടുപിടിക്കാൻ ഓർമ്മയിരിക്കുക, കോൺജുഗേറ്റ്, പോളാർ ഫോം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്വയർ റൂട്ടിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതി, റൂട്ടുകളുടെ പ്രത്യേകത, ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ b² - 4 is greater than 0, ഡിസ്റ്റിങ്ക്ട് റൂട്ട് ആകുന്ന കേസ്, ഇവയെല്ലാം ഇത്രയും ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം. ബാക്കി പിന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.